വൈജ്ഞാനിക സാഹിത്യത്തിൽ നിന്ന് മാത്രമല്ല അറിവ് കിട്ടുന്നത്, അല്ലാത്ത സർഗാത്മക സാഹിത്യത്തിൽ നിന്നും അറിവും ഈ മനുഷ്യാവസ്ഥകളെക്കുറിച്ചും ജീവിതാവസ്ഥകളെക്കുറിച്ചും ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകും നമുക്ക്. മറ്റുള്ളവൻ്റെ ഞാനിപ്പോൾ പി.കെ. രാജശേഖരനോട് പറയരുത്, മുയൽ വേട്ട എന്ന് പറയുന്ന NS മാധവൻ്റെ ഒരു കഥ ഞാൻ ചെറുപ്പത്തിൽ വായിച്ചാണ്. അത് ഈ മുയലിൻ്റെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട്. ഈ നിറതോകിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മുയലിൻ്റെ കണ്ണിൽ നോക്കുന്ന ഒരു ഭീതിയുണ്ട്. അപ്പം എൻ്റെ പ്രായത്തിൽ ഞാൻ ഭയങ്കര ഇമോഷണലായിട്ട് അങ്ങനെ ഇതൊക്കെ കാണുന്ന ഒരാളാണ്. ഞാൻ അന്ന് ആ മുയലിൻ്റെ കണ്ണിലേക്ക് നോക്കിയെന്ന് പറയുന്നത് പിന്നെ ഞാൻ മൃഗങ്ങളുടെ കണ്ണുകളിലേക്ക് ഞാൻ നോക്കാൻ തുടങ്ങി, ഞാൻ മനുഷ്യൻ്റെ കണ്ണുകളിലേക്ക് ഞാൻ നോക്കാൻ തുടങ്ങി. എനിക്ക് ആളുകളുടെ കണ്ണിൽ കാണുന്ന ആ ഒരു ഭീതി, അല്ലെങ്കിൽ അവരുടെ ഉത്കണ്ഠ, അവരുടെ സങ്കടങ്ങൾ എനിക്ക് കണ്ണിൽ നിന്ന് വായിച്ചെടുക്കാൻ തോന്നി. അപ്പോൾ എന്നെ ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് NS മാധവൻ്റെ മുയൽ വേട്ട എന്ന് പറയുന്ന ഒരു കഥയാണ്. എന്തെല്ലാമാണ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് ചെറുതാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ജീവിതത്തിൽ നമ്മളെ മാറ്റിമറിക്കുന്ന, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ വരും. ഇപ്പോൾ നേരത്തെ സുരേഷ് കുറുപ്പ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് ചരിത്രം ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ആളാണ്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വായിച്ചിട്ടാണ് ചരിത്രം വായിക്കാൻ തുടങ്ങിയത്. സത്യത്തിൽ ചരിത്ര കവിതയാണെന്ന് ബോധ്യപ്പെടുത്തിയതാണ് നെഹ്റു എന്ന് പറയുന്നത്. എനിക്ക് പരിസ്ഥിതിയെക്കുറിച്ച് എൻ്റെ ചിന്ത വന്നത് അച്ഛൻ മകൾക്ക് അയച്ച കത്തുകളിൽ നൈനിറ്റാൽ ജയിലിൽ കിടക്കുന്ന കിളിവാതിലൂടെ ഹിമവാനെ കാണുന്നത് നെഹ്റു പറയുന്നുണ്ട്. എന്തൊരു രസകരമായിട്ടാണ് പറയുന്നത്. ഋതുഭേദങ്ങൾ മാറി മറയുന്നത്, ഇങ്ങനെ ശരത്കാലവും എല്ലാം സമ്മറും എല്ലാം മാറി മാറി മറയുന്നത് കിളിവാതിലൂടെ, ജയിലിൻ്റെ കിളിവാതിലൂടെ പണ്ഡിറ്റ്ജി നോക്കിക്കാണുന്നതാണ്. ഈ പ്രകൃതി എന്ന് പറയുന്ന ഒരു വിസ്മയത്തെ നോക്കിക്കാണുന്നതാണ്. അപ്പം നമ്മൾ പ്രകൃതിയെക്കുറിച്ച് ഇതൊക്കെ നമ്മൾ ജനിക്കുമ്പോഴേ നമുക്ക് ഉണ്ടാകുന്നതല്ലോ. എഴുത്തുകാരാണ് അല്ലേ, പലതരത്തിലുള്ള എഴുത്തുകാരാണ് അവരുടെ അറിവുകൾ അവരുടെ പുസ്തകങ്ങളിലേക്ക് പകർന്ന് ആ പുസ്തകങ്ങളിലൂടെ നമ്മളിലേക്ക് വന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ അതിലെ നമുക്ക് എടുക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്ത് മനുഷ്യനെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകാൻ ആ ഒരു രാഷ്ട്രീയമാണ് വായന നമുക്ക് സംഭാവന ചെയ്തത്. വായന ആരെയും നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മൾ ഈ സ്ഥാനമാനങ്ങളുടെ ഒരു പാരാഫർണേലിയ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ രസമാണ്, കുഴപ്പമൊന്നുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ അതിൽ പെട്ടുപോയാൽ ഇതെല്ലാം നമ്മൾ വിസ്മരിച്ചു പോകും. അപ്പം അതിൽ പെട്ടുപോകാതെ ഈ സങ്കടങ്ങളെയും ഈ ദൈന്യതയെയും ഈ ജീവിതാവസ്ഥകളെയും ഈ പ്രയാസങ്ങളെയും നിങ്ങൾ നോക്കിക്കാണണം. അതാണ് സുരേഷ് കുറുപ്പ് പറഞ്ഞൊരു കാര്യം. സാമൂഹ്യ സാമ്പത്തിക സമീപനങ്ങളെ നമ്മുടെ മനസ്സിലെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ഇപ്പോൾ എവിടെയെങ്കിലും സ്വത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നു. അപ്പോൾ നമുക്കറിയാം സ്വത്ത് എവിടെയെങ്കിലും കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ഒരുപാട് ഇല്ലാത്ത ആളുകൾ, സ്വത്തുകൾ ഒരുപാട് പേരുടെ കയ്യിൽ ഇല്ലാതാവുകയാണ്. ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നർത്ഥം ഒരുപാട് പേർക്ക് അവർക്ക് അവകാശപ്പെട്ടത് ഇല്ലാതാകുന്നു എന്നുള്ള. അപ്പം നമ്മളെ ടച്ച് ചെയ്യണം. അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്പർശിക്കണം. അത് ആരെയോ ബാധിച്ചിട്ടുണ്ട്. ഒരു നടപടി കൊണ്ട്, ഒരു ശ്രമം കൊണ്ട് ആരുടെയെങ്കിലും കയ്യിൽ കൂടുതൽ സ്വത്തുകൾ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയോ ഒരു സങ്കടം ഉത്ഭവിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകണം. ആ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സമീപനങ്ങളെയും ജീവിതത്തിലെ കാഴ്ചപ്പാടുകളെയും ആണ് വായന നമുക്ക് രൂപപ്പെടുത്തി തന്നത്.